തിരുവനന്തപുരം വിളപ്പിൽശാല CHSയിലെത്തിയ 37കാരൻ മരിച്ച സംഭവത്തിൽ ചികിത്സ വൈകിയെന്ന ആരോപണം തെറ്റ്. രോഗി ആശുപത്രിയിലെത്തി 1.5 മിനിറ്റിനകം അകത്തുകയറിയതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ബോധത്തോടെ നടന്ന് ആശുപത്രിയിലെത്തിയ രോഗിക്ക് CPR നൽകാത്തത് ചികിത്സാ പിഴവെന്ന വാദം ശരിയല്ലെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം കൊല്ലംകോണം സ്വദേശി ബിസ്മീർ വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തി പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് മരിച്ചത്. ആശുപത്രിയിൽ ഗേറ്റ് തുറന്നുകൊടുക്കാൻ വൈകിയെന്നും ചികിത്സാ പിഴവുണ്ടായെന്നുമായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് സർക്കാർ ആശുപത്രിക്കെതിരെ വ്യാപക പ്രചരണവും നടന്നു. എന്നാൽ കുടുംബത്തിന്റെയും മാധ്യമങ്ങളുടെയും വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുകയാണ് CCTV ദൃശ്യങ്ങൾ. പുലർച്ചെ 1:28 ബിസ്മീറും ഭാര്യയും ആശുപത്രിയിലെത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1 മണി കഴിഞ്ഞ് 28 മിനിറ്റും 50 സെക്കൻഡുമായപ്പോൾ ബിസ്മീറിന്റെ ഭാര്യ ജീവനക്കാരെ വിളിക്കുന്നു. 2 മിനിറ്റ് പോലും തികയുന്നതിന് മുൻപ് 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 32 സെക്കൻഡായപ്പോൾ രോഗിയും കൂടെയുള്ളവരും അകത്തേക്ക്. ജീവനക്കാർ ഉറക്കത്തിലായിരുന്നെങ്കിൽ പോലും പുറത്തേക്ക് വന്ന് ഗേറ്റ് തുറന്ന് രോഗിയെ അകത്തേക്ക് കൊണ്ടുപോകാനെടുത്തത് 1 മിനിറ്റ് 42 സെക്കൻഡ് മാത്രമെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. ആവശ്യമായ ചികിത്സ നൽകിയില്ല എന്നതാണ് മറ്റൊരു ആരോപണം. ശ്വാസം മുട്ടലുമായി എത്തുന്ന രോഗിക്ക് ഒരു സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന ചികിത്സ 2 തരം ഇഞ്ചക്ഷനും നെബുലൈസേഷനും ഓക്സിജനുമാണ്. ഇത് നൽകിയിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കായി ഓക്സിജൻ സപ്പോർട്ടോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. രോഗിക്ക് CPR നൽകിയില്ല എന്നതാണ് ഗുരുതരമായ ആരോപണം. ഇത് തെറ്റെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബോധമുള്ള, പ്രതികരിക്കുന്ന, നടന്നുപോകുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സയല്ല CPR. അബോധാവസ്ഥയിലുള്ള, പൾസില്ലാത്ത രോഗികളിലെ CPR ചെയ്യാൻ പറ്റൂ എന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. വസ്തുത ഇതായിരിക്കെയാണ് ഒരു സർക്കാർ ആശുപത്രിയെ തകർക്കാനുള്ള ബോധപൂർവമായ ഇടപെടലുകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.